ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോ ഡയറീൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. ഇപ്പോഴും ഇടാൻ പോകുന്നത് ഒരു ഡയറീൻ്റെ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഡയറിയിലാണ് ഞാൻ ജേർണൽ ചെയ്യാൻ പോണത്. ഇതിൻ്റെ പുറത്ത് ഡിസൈൻ നിങ്ങൾ നോക്കണ്ട. എന്താ വെച്ചാൽ ഞാൻ ഇന്ന് തന്നെ ജേർണലൊക്കെ ചെയ്ത് ഇന്ന് തന്നെ വീഡിയോ ഇടണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇന്ന് കിട്ടണം. എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു ഡിസൈൻ കിട്ടണില്ല. അപ്പം ഞാൻ എന്തൊക്കെയൊക്കെയോ കാട്ടി വെച്ചിട്ട് വരച്ചതാണ്. നിങ്ങൾ നോക്കണ്ട, ആകപ്പാടെ കോളായി. ഇതിനായിട്ട് ഞാൻ ജേർണൽ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു പൊട്ട് സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് സാധനങ്ങളാണ് എടുത്തിട്ടുള്ളൂ. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ജേർണൽ ചെയ്യാൻ പോണത്. എങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് കണ്ട് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. അത് ഡയറി പിന്നെ പറയണ്ടല്ലോ, ഓൾറെഡി അത് വേണം. പിന്നെ ഒരു സിസേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രഷ് പെന്ന് എടുത്തു. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബോക്സിൻ്റെ അകത്താണ്. അത്രയ്ക്ക് സാധനങ്ങളൊന്നുമില്ല, ചെറിയ സാധനങ്ങൾ തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് കുറച്ചെടുത്തു. പിന്നെ ഞാൻ സ്റ്റിക്കി നോട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ സ്റ്റിക്കി നോട്ട്സ് എടുത്തു. പിന്നെ കുറച്ച് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് എടുത്തു. ഇതിൽ കുറച്ചൊക്കെ തന്നെ ഉള്ളൂ. ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ചിലപ്പോൾ ആവശ്യം വന്നാലോ പറഞ്ഞിട്ട് കുറച്ച് ഇങ്ങനത്തെ എടുത്തു ഞാൻ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പറയുമ്പോൾ അതിൻ്റെ അടിയിലും ഒരു സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ എങ്ങനത്തെ വെച്ചാൽ അത് ഇങ്ങനത്തെയാണ് കേട്ടോ വരുന്നത്. നല്ല രസമായിട്ട് തന്നെ ഇങ്ങനത്തെ സ്റ്റിക്കി നോട്ട്സാണ്. ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഈ സ്റ്റിക്കി നോട്ട്സ്. ചെറുതായിട്ടൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ജേർണൽ ചെയ്യാം. അപ്പം ഞാൻ ഇതൊന്ന് തുറക്കട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് തുറക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഡയറിയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിൽ വൈറ്റ് കളറുള്ള മറ്റേ A4 ഷീറ്റ് ഒട്ടിച്ചിട്ട് അതിൽ ചെയ്യാമെന്ന് വിചാരിക്കണം. ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു ഇത് തോന്നിയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ വൈറ്റ് കളറുള്ള A4 ഷീറ്റ് ഒട്ടിച്ച് കൊടുത്തു. ആ പശ ഒട്ടിച്ച് കാരണം ഇങ്ങനെ ഓരോ ഡോട്ട്സൊക്കെ കാണും. സാരമില്ല. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രീൻ കളറുള്ള ഒരു കളർ പേപ്പർ എടുത്തു. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കീറിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇവിടെയായിട്ട് വയ്ക്കാം. പിന്നെ ഇത് ഇവിടെയായിട്ട് ഇങ്ങനെ വെച്ചെടുക്കാൻ വിചാരിച്ചു. പിന്നെ ഇവിടെ ഉള്ളിലായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് എന്ത് ഡിസൈൻ ചെയ്യുന്നത് എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്. അപ്പോൾ അത് ഇതിലേത് കളർ ഒട്ടിക്കുന്നത് ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു യെല്ലോ കളർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. എത്ര ആലോചിച്ചും കിട്ടുന്നില്ല. അപ്പോൾ യെല്ലോ തന്നെ മതി എന്ന് വിചാരിച്ചു. അത് അവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അവിടെ ആയിട്ട് ഒട്ടിച്ച് കൊടുത്തോട്ടെ ഞാൻ. ഇപ്പോൾ അത്യാവശ്യമൊക്കെ ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അവിടേക്ക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. ഫസ്റ്റായിട്ട് ഇവിടെ ഇപ്പോൾ ഒന്നും എഴുതണ്ട വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അത് എവിടെയായിട്ട് ഒട്ടിക്കുന്നത് എനിക്കിതുവരെയായിട്ടും അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ഇതിൽ ഗ്രീൻ ഒട്ടിച്ചാലോ വിചാരിക്കണം ഞാൻ. ഗ്രീൻ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മാച്ച് ഉണ്ടാവും. ഗ്രീൻ ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ആയിട്ട് ഒട്ടിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തോട്ടെ. ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്തത് എന്ത് ഡിസൈൻ ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ.
ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വൈറ്റ് കളറുള്ള പേപ്പർ ഒട്ടിച്ച് കൊടുത്താലൊന്നുണ്ട്. പക്ഷെ വൈറ്റ് ആകുമ്പോൾ അത്രയ്ക്ക് രസം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് കളർ ഒട്ടിച്ച് കൊടുക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കുറേ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടണമെന്നില്ല. ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അത് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനെ 2 ഒട്ടിച്ച് കൊടുത്തു. അല്ലാണ്ട് എനിക്ക് വേറെ ഐഡിയാസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസൈൻ എന്തോ എനിക്ക് മനസ്സിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ബട്ട് അത്രയ്ക്കൊന്നും രസമില്ല. കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അത്യാവശ്യമൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇവിടെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. ഇനി ഇവിടെ ആയിട്ട് എന്ത് ഇതാക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയ ഐഡിയാസൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയൊക്കെ ഐഡിയാസ് തന്നെ തോന്നിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് വേറെ ഐഡിയാസ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിലിടാം. ഇനി ഞാനിപ്പോൾ ഇതിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ എഴുതാം നമുക്ക്. പിന്നെ എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് ഇനി എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ എഴുതാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൽ 3 ഡോട്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതണം. എന്തെഴുതുമെന്ന് എനിക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ എഴുതാൻ മനസ്സിലുണ്ട്. ഗൈസ്, ഞാൻ ഇത്രയൊക്കെയാണ് പിന്നെ ഞാൻ ചെയ്തത്. എനിക്കറിയാവുന്നതുപോലെ ഞാൻ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. കുറച്ച് സ്റ്റിക്കർ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് വലിയ കാര്യത്തിൽ ഇഷ്ടമൊന്നും പെട്ടില്ല. പക്ഷേ അത്യാവശ്യം എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമൊക്കെ പെട്ടു. പക്ഷേ ഇങ്ങനെ നല്ല അടിപൊളിയിലൊക്കെ ചെയ്യില്ല. ഇങ്ങനെ ഞാൻ ജേർണൽ ചെയ്യാനുള്ള കാരണം തന്നെ യൂട്യൂബ് തുറന്ന് ഇങ്ങനെ ഫുള്ളും ജേർണലിൻ്റെ വീഡിയോ മാത്രമാണ് കേട്ടോ, ഷോർട്സിൽ. അപ്പോൾ എനിക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും ജേർണൽ ചെയ്യണമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഐഡിയ തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തു. അവരുടെ അത്രയ്ക്കൊന്നും ഭംഗിയില്ലെങ്കിലും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല എന്നെനിക്ക് തോന്നി. കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. പിന്നെ ഞാൻ ഇത് മാത്രം റെഡ് കളറായിപ്പോയി. അതൊരു മാച്ചില്ല. ബട്ട് എൻ്റെ അടുത്ത് ഗ്രീൻ കളറായിട്ടുള്ള സ്റ്റിക്കർ ഇല്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെ ഒട്ടിച്ചുള്ളൂ. ഞാൻ ഇന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊന്നും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല. അത്രയ്ക്കൊന്നും എനിക്ക് ഒട്ടിക്കാൻ മനസ്സ് വരുന്നില്ല. അത് തീർന്നാൽ പിന്നെ പിശുക്ക് കാട്ടല്ല. ഇപ്പം ഇത്ര സ്റ്റിക്കറൊക്കെ മതിയെന്ന് തോന്നി. അത് കാരണമാണ്. ഇനിയിപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇതിൽ വേറെ ഡെക്കറേഷൻസ് ചെയ്യാനൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് അടുത്ത വീഡിയോയിൽ നമുക്കിനി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്ത ജേർണൽ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.